ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം ചിത്രത്തിൻ്റെയും ഇന്ന് റിലീസായ മിറാഷ് എന്ന ചിത്രത്തിൻ്റെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസായ ആസിഫ് അലി നായകനായി എത്തിയ ജിത്തു ജോസഫ് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 605ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 35,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇന്ന് ഇതുവരെ സിനിമയ്ക്കായി ലഭിച്ചിരിക്കുന്നത് 60 ലക്ഷം രൂപയോളമാണ്. സിനിമയ്ക്ക് ഫൈനലായിട്ട് 1 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതായത് ഈ ഒരു കണക്കുകളിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും സിനിമ 75 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. അപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമ ഫൈനലായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 90 ലക്ഷം, 1 കോടി 10 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക്. ഒരു പക്ഷേ ഈവനിങ് നൈറ്റ് ഷോസൊക്കെ കൊണ്ട് അതിന് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1.5 കോടിക്ക് മുകളിലായിരിക്കും ആദ്യ ദിനം നേടാൻ പോകുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 2.5-3 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും തുടക്കം മികച്ചു തന്നെയാണ് സിനിമയ്ക്ക് നിൽക്കുന്നത്. നമുക്ക് ലാലേട്ടൻ നായകനായി എത്തിയ ഹൃദയപൂർവ്വത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സിനിമ 23-ാം ദിനത്തിലാണ് ഇപ്പോൾ റണ്ണിങ്. ഇന്നത്തെ ദിനവും സിനിമ സ്റ്റഡിയായിട്ട് കളക്ട് ചെയ്യുന്നു. നമുക്കറിയാം 23-ാം ദിനത്തിലേക്ക് കിടക്കുമ്പോൾ ഇടിവ് സ്വാഭാവികമാണ്. ആ രീതിയിൽ തന്നെ പോകുന്നെങ്കിലും സിനിമയ്ക്ക് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ മിനിങ്ങാന്നത്തേതും അതിന് തൊട്ട് മുമ്പിലത്തേതും വെച്ച് നോക്കുമ്പോൾ അതിനും മുകളിലേക്കുള്ള ഒരു കളക്ഷനാണ്. 362 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 14,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22 ലക്ഷം രൂപയോളമാണ് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ വന്നത്. അതായത് ഈ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 16% ഓക്യുപ്പൻസി ആയിട്ട് കാണുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഉണ്ടായിരുന്നത് 13% മാത്രമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് വരേണ്ടത്. അതായത് ട്രാക്ക്ഡ് കളക്ഷനിലൂടെ തന്നെ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് ഏറെക്കുറെ ഒരു 65-70 ലക്ഷം രൂപ വരികയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രത്തിലേക്ക് കുറിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രം കുറിക്കുന്ന നിമിഷമായി മാറും. വീണ്ടും സിനിമയുടെ കളക്ഷൻ കൂടുന്നു. ശനി ഞായർ ദിനങ്ങളിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയിലേക്ക് എത്തിയ സിനിമ വേൾഡ് വൈഡ് 72.5-73 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 20,000-ന് മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. 20,700-ന് മുകളിലുള്ളതെന്നാണ് പറയാനുള്ളത്. 23,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയത് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.